സർവഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മെയ് 25, ഒന്നാമത്തെ വായന ഭാഗം യോശുവയുടെ പുസ്തകം 11-ാം അധ്യായം. ഇന്നലത്തെ യുദ്ധമൊക്കെ നമ്മൾ കണ്ടു. കുറേയേറെ ദേശങ്ങൾ രാജാക്കന്മാരെ ഉന്മൂലനാശനം ചെയ്യുകയും ആ ദേശമൊക്കെയും പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. ഇന്ന് നമ്മൾ കാണുന്നത് അതിൽ ഹാസോർ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ അവൻ മാദോൻ രാജാവ്, ഷിമ്രോൻ രാജാവ്, അതുപോലെ വേറെ അമോര്യർ, കനാന്യർ, ഹിത്യർ, പെരിസ്യർ, യബൂസ്യർ, മിസ്പേ ദേശത്ത് ഹെർമോൻ്റെ അടിവാരത്തുള്ള ഹിവ്യർ എന്നിവരുടെ ഈ ഗിബിയോനിലെ ഹിവ്യർ ഇവരുടെ കൂടെ ഉണ്ട്. ഇവർ സഖ്യതയായിട്ടുണ്ട്. എന്നാൽ ഹെർമോൻ്റെ അടിവാരത്തും ഹിവ്യരുണ്ട്. അവരുടെ അടുക്കലും ആളയച്ചു. അവർ ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടി സൈന്യങ്ങളുമായിരുന്നു. അവർ അങ്ങനെ പുറപ്പെട്ട എല്ലാ രാജാക്കന്മാരും ഒരുമിച്ച് കൂടി ഇസ്രായേലിൽ യുദ്ധം ചെയ്യാൻ മേരോം തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയമിറങ്ങി. അപ്പോൾ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്ന കാര്യമുണ്ട്. അങ്ങനെ യോശുവ ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചിരിക്കണം. അതിനെക്കുറിച്ച് അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ദൈവം മോശയോട് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. അവരെ പേടിക്കേണ്ട, ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രായേലിന് മുമ്പിൽ ചത്തു വീഴുമാറാക്കും. നീ അവരുടെ കുതിരഞ്ഞരമ്പ് വെട്ടിക്കളയണം, രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം എന്ന് ദൈവം പറയാണ്. അങ്ങനെ അവർ യുദ്ധം തുടങ്ങി. അവർ പ്രതീക്ഷിക്കാത്ത നേരത്താണ് അവരുടെ നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നത്. അപ്പം അങ്ങനെ ആ പ്രദേശമെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ കീഴടക്കി ഓടിച്ച് ഇവരെല്ലാം ആരും ശേഷിക്കാതെ സംഹരിച്ചു കളഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ തന്നെ യോശുവ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി രഥങ്ങളൊക്കെയും തീയിട്ട് കളഞ്ഞു. അതായത് പിന്നീട് ഈ കുതിരകളെ ശേഖരിച്ച് അവർ യുദ്ധത്തിനോ ഒന്നും വരാതിരിക്കാൻ തക്കമാണ്. അതിനാരും ഇല്ല അവിടെ, എല്ലാവരെയും കൊന്നു. എങ്കിലും ആരെങ്കിലും ഓടിപ്പോയവരൊക്കെയും ശേഷിച്ചിരിക്കുന്നത് കാണാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹാസോർ രാജാവായ യാബീനാണല്ലോ ഇവരെല്ലാം കൂട്ടിയത്. അപ്പോൾ ആ രാജാവിനെ വാളുകൊണ്ട് പിടിച്ച്. ഹാസോർ മുമ്പേ ആ രാജ്യങ്ങളിലൊക്കെ മൂലസ്ഥാനമായിരുന്നു എന്നാണ് എഴുതി കാണുന്നത്. അപ്പോൾ അങ്ങനെ അതിലെ സകല മനുഷ്യരെയും വാളിൻ്റെ വായത്തിലെ വെട്ടി നിർമൂലമാക്കി. ആരും ജീവനോട് ശേഷിച്ചില്ല. അവിടെ ഹാസോറിനെ തീ കൊടുത്ത് ചുട്ടുകളഞ്ഞു. എല്ലാ രാജാക്കന്മാരൊക്കെയും യോശുവ പിടിച്ച് വാളിൻ്റെ വാഴത്തിലേൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു. യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ. എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങൾ ഒന്നും ഇസ്രായേൽ ചുട്ടുകളഞ്ഞില്ല എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നു. എന്താണെന്നറിയില്ല. ഹാസോർ മാത്രമേ യോശുവ ചുട്ടുകളഞ്ഞുള്ളൂ. ഈ പട്ടണങ്ങളിലെ കൊള്ളയൊക്കെയും അവരെടുത്തു. ആടുമാടുകൾ, മറ്റ് വെള്ളി, പൊന്ന്, അങ്ങനെയുള്ള വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അവർ എടുത്തു. ആടുമാടുകൾ ഇവർ അല്ലെങ്കിലും പണ്ട് മിസ്രൈമിലേക്ക് വരുമ്പോഴും അവർ നീരോട്ടമുള്ള നീരോട്ടമുള്ള താഴ്വീതി അല്ലെങ്കിൽ പുൽപ്പടർപ്പുകളുള്ള സ്ഥലമായിരുന്നല്ലോ അവർ തിരഞ്ഞെടുത്തത്. കാരണം അവർ പണ്ട് പശുപാലകന്മാർ എന്ന് അറിയപ്പെടുന്നവരാണല്ലോ. അവർക്ക് ഇഷ്ടംപോലെ മൃഗസമ്പത്തുണ്ട്. അതാണ് അവരുടെ ഉപജീവനം. അപ്പം അങ്ങനെ അത് കൊണ്ട് ആടുമാടുകളെയൊക്കെ അവർ കൊണ്ടുപോയി. പിന്നെ നമ്മൾ വായിക്കുന്നത് എല്ലാ സ്ഥലത്തും അവിടെ എല്ലാം വിജയം ആയിരുന്നു. ഗിബിയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്രായേൽ മക്കളോട് സഖ്യം ചെയ്തില്ല എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഒരു 20-ാമത്തെ വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവർ ആരാണ്? ഈ മറ്റുള്ള ഇസ്രായേൽ മക്കളല്ലാത്ത ഇവരോട് യുദ്ധത്തിന് വന്ന ആളുകൾ അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു യുദ്ധവും ഇവരങ്ങോട്ട് പോയി യുദ്ധം ചെയ്തതല്ല. അവരോട് യുദ്ധം ചെയ്ത് അവരെ നശിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ, വലിയ ഉറപ്പോടെ, വിശ്വാസത്തോടെ ആ ദേശത്തിലെ രാജാക്കന്മാരൊക്കെ ഒന്നിച്ചു കൂടുകയും അവരിങ്ങോട്ട് യുദ്ധത്തിന് വരികയും ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അങ്ങനെ ഒരു കുറ്റം അവരുടെ മേൽ വെക്കാനില്ല. അവരങ്ങോട്ട് പോയി ഒരു യുദ്ധവും
നടത്തിയില്ല. ആ ദേശത്തേക്ക് പോയി, കനാൻ ദേശത്തേക്ക് ദൈവം പറഞ്ഞതനുസരിച്ച് അവർ പുറപ്പെട്ടു എന്നുള്ളതൊക്കെ ശരി തന്നെ. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു, അവരവിടെ പുറപ്പെട്ടു. അതിൻ്റെ ഒരു ഭാഗത്ത് അവർ ചെന്നു. അവർ ഗിൽഗാലിലാണ് പാളയം അടിച്ചിരുന്നത്. അവരോട് യുദ്ധത്തിന് വരാൻ തക്കവണ്ണം അവിടുത്തെ ആളുകളുടെ മനസ്സ്, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ മനസ്സ് ദൈവം ഉണർത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്തായാലും അവരിങ്ങോട്ട് യുദ്ധത്തിന് വന്നു. അവരെല്ലാം യോശുവയുടെ നേതൃത്വത്തിലുള്ള സൈന്യം നശിപ്പിച്ചു, ഇല്ലാതാക്കി, എല്ലാ പട്ടണങ്ങളെയും പിടിച്ചു. പിന്നെ കാണുന്നത്, അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രായേലി മലനാട് എന്നീയിടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോട് കൂടി യോശുവ അവരെ നിർമൂലമാക്കി. പിന്നെ ഒരു കാര്യം, ഗസ്സ, ഗത്ത്, അസ്തോദ് ഇവിടെ മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്കിനും ശേഷിച്ചിരുന്നില്ല. ഇപ്പോൾ ഗസ്സായും ഗത്തും അസ്തോദും നമുക്ക് അറിയേണ്ടത് അത് ഫിലിസ്തീൻ ദേശങ്ങളാണ്. ഫിലിസ്തീർ അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിനകത്തുള്ളതാണ്. അവരെ നിർമൂലമാക്കിയില്ല. അപ്പോൾ ഗസ്സായും ഗത്തും അസ്തോദ്, പിന്നെ അസ്കലോൻ, എക്രോൻ എന്നീ 5 മഹാനഗരങ്ങൾ ചേർന്ന് വരുന്ന സ്ഥലമാണ്. മഹാനഗരങ്ങൾ എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. ഈ 5 മഹാനഗരങ്ങളിൽ 5 പ്രഭുക്കന്മാർ അല്ലെങ്കിൽ 5 രാജാക്കന്മാർ, 5 ഭരണാധികാരികളുള്ള മഹാനഗരങ്ങളാണ്. അപ്പോൾ അങ്ങനെ 5 ഭാഗമായിട്ടാണ് അതിനെ ഭാഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പട്ടണങ്ങൾ 5 പട്ടണങ്ങളും വരുന്നത് ഫിലിസ്തീൻ ദേശത്താണ്, പാലസ്തീനിലാണ്. അപ്പോൾ ആ 3 ഇവിടെ പറയുന്ന ഗസ്സ, ഗത്ത്, അസ്തോദ് അവിടെ മാത്രമല്ല ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്കിനും ശേഷിച്ചിരുന്നില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെ യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം വിഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്ന് ദേശത്തിന് സ്വസ്ഥത വന്നു. അപ്പോൾ ഇനി യുദ്ധം തീർന്നു എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. യുദ്ധമില്ല, ഇനി യുദ്ധം എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ കണ്ടതൊരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി കാത്തിരിക്കുകയും ദൈവം മുമ്പ് നമ്മൾ പല അധ്യായങ്ങളിലും കണ്ടതുപോലെ തന്നെ ദൈവം കൽപ്പിച്ച പ്രകാരം മാത്രം അവർ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ദൈവം കൽപ്പിച്ച പ്രകാരം, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തോട് ചോദിച്ച് ദൈവം തരുന്ന ആലോചന പ്രകാരമാണ് അവർ പ്രവർത്തിച്ചു എന്നുള്ളത് അവരുടെ ജയങ്ങൾക്കൊക്കെ അടിസ്ഥാനമാണ്. അതുപോലെ തന്നെ മുമ്പ് പോകരുതെന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്, പുറപ്പെടരുത് എന്ന് പറഞ്ഞ സംഭവങ്ങൾ. അപ്പോൾ അവിടെ പുറപ്പെട്ടപ്പോൾ അവർക്ക് കഷ്ടവും ഒക്കെ ഉണ്ടായി. ഈ രാജാക്കന്മാരുടെ കാലത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും അത്. അവർ പുറപ്പെടരുതെന്ന് പറഞ്ഞിട്ടും പുറപ്പെട്ടു പോയി തോറ്റു തുന്നമ്പാടി വരുന്നതൊക്കെ. അപ്പോൾ അത് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ഇസ്രായേൽ മക്കൾക്ക്. ഇവിടെ പക്ഷേ യോശുവയുടെ ക്വാളിറ്റി നമുക്ക് നേരത്തെ അറിയാമല്ലോ, യോശുവയും കാലേബും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ക്വാളിറ്റി അവർ നിലനിർത്തുന്നുണ്ട്. യോശുവ ദൈവത്തോട് ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല. പക്ഷേ ഗിബെയോൻ നിവാസികളായ ഹിവ്യരുടെ കാര്യത്തിൽ അത് ഒരു അബദ്ധം മുട്ടി. അത് അവരുടെ ഒരു മനസ്സിലിവ് കൊണ്ട് പറ്റിപ്പോയതാണ്. യഥാർത്ഥത്തിൽ അതും ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടതായിരുന്നു. അവർ ചോദിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം. യെശയ്യാപ്രവാചകൻ യെരുശലേമിനെയും അതുപോലെ യഹൂദായെയും കുറിച്ചുള്ള പ്രവചനങ്ങളുടെ ഇടയിൽ നമ്മൾ കണ്ടത് ബാബേൽ ദേശത്തെക്കുറിച്ച്, ബാബേൽ രാജാവിനെക്കുറിച്ചൊക്കെയുള്ള പ്രവചനം നമ്മൾ കണ്ടു. അതിനുശേഷം ഫിലിസ്തീൻ ദേശത്തെക്കുറിച്ചുള്ള പ്രവചനം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ 15-ാം അധ്യായം വായിക്കാൻ പോകുന്നത് മോവാബിനെക്കുറിച്ചുള്ള പ്രവാചകമാണ്. മോവാബിനെക്കുറിച്ചുള്ള പ്രവചനം 15-ാം അധ്യായത്തിൽ മാത്രമല്ല 15-ഉം 16-ഉം അധ്യായങ്ങളിലായിട്ട് ഈ മോവാബിനെക്കുറിച്ചുള്ള പ്രവചനം കിടക്കുന്നു. ഈ മോവാബിനെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ മാത്രമല്ല, യിരെമ്യാ പ്രവാചകനും യിരെമ്യാ പ്രവാചകൻ്റെ 48-ാം അധ്യായത്തിലും ഈ മോവാബിനെക്കുറിച്ചുള്ള പ്രവചനം അവിടെയും നമുക്ക് കാണാം. ഇവിടെ മോവാബിനെക്കുറിച്ചുള്ള പ്രവാചകം, ഒരു രാത്രിയിൽ മോവാബിലെ 6 പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ഒരു രാത്രിയിൽ മോവാബിലെ കീർ പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. പിന്നെ കാണുന്നത് ബെയ്ത്ത് ദീബോനും കരയേണ്ടതിന് പൂജാഗിരികൾ കയറിപ്പോയിരിക്കുന്നു. നെബോവിലും ബെദബയിലും മോവാബ് നിലവിളിക്കുന്നു. അവരുടെ തലയൊക്കെയും മൊട്ടയടിച്ചും താടിയൊക്കെയും കത്തിരിച്ചുമിരിക്കുന്നു. അവരുടെ വീഥികളിൽ അവർ രട്ടുടുത്ത് നടക്കുന്നു. അവരുടെ പുരമുകളിലും വിശാല സ്ഥലങ്ങളിലും എല്ലാവരും മുറയിട്ട് കരയുന്നു. ഇത് വരാനിരിക്കുന്ന അവരുടെ ന്യായവിധിയെന്നോ അവരുടെ കഷ്ടമെന്നോ ഒക്കെയും പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്
ഈ അധ്യായത്തിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അടുത്ത അധ്യായത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. നിലവിളി മോവാബിൻ്റെ അതിർത്തികളെ ചുറ്റിയിരിക്കുന്നു. അലർച്ച എഗ്ലയും വരെയും, കൂക്കൽ ബേർ ഏലിയും വരെയും എത്തിയിരിക്കുന്നു. ഇതൊക്കെ അവിടുത്തെ സ്ഥലങ്ങളാണ്. ദീമോൻ നമ്മൾ നേരത്തെ വായിച്ച സ്ഥലം, എഗ്ലത്ത്, ഷെലീയ എന്ന് പറയുന്നതും ഹാരോൻ എന്ന് പറയുന്നതും നിമ്രീം എന്ന് പറയുന്നതും ഒക്കെ അവിടുത്തെ ഓരോ സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളെയൊക്കെയും പറഞ്ഞുകൊണ്ടാണ് മോവാബിൻ്റെ അതിരിനകത്തുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്. അതുപോലെ ഹെഷ്ബോൻ, എലയാല് ഒക്കെ സ്ഥലങ്ങളും യഹസ് ഒക്കെയും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ മോവാബിന് വരുന്ന ശിക്ഷാവിധിയെ സംബന്ധിച്ച് ഒരു ഭാഗം അത് 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ബാക്കി 16-ാം അധ്യായം കൂടെ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പൂർണ്ണതയിൽ എത്തും. 3-ാമത്തെ വായനാഭാഗം തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനമാണ് നമ്മൾ ഇന്നലെ വായിച്ചു തീർന്നത്. ഇത് ഇന്ന് നമുക്ക് വായിക്കേണ്ടത് തിമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം, ഇതിൻ്റെ 1-ാമത്തെ അധ്യായം. ഇതിന് ആദ്യം തന്നെ ഇത് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുന്നതാണെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത്, ഞാൻ നിന്നെക്കുറിച്ച് എപ്പോഴും എല്ലാ ദിവസവും എന്നും ഞാൻ ഇടവിടാതെ രാവും പകലും നിന്നെ സ്മരിച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ നിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് എനിക്ക് വലിയ ഉറപ്പുണ്ട്. നിൻ്റെ വിശ്വാസം സംബന്ധിച്ച് ആ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുകയും ചെയ്തു എന്നുള്ള എഴുതുന്നു. ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് അപ്പം ഇത് തിമോത്തിയോസിന് ആ വിശ്വാസം വരുന്നതിന് മുമ്പ് നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും അതുണ്ടായിരുന്നു, നിന്നിലുമുണ്ട്. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ഒരു ചെറിയ കാര്യം, വലിയ കാര്യമാണ്, പക്ഷെ അത് പറഞ്ഞ് ഇത്രയും ദീർഘിപ്പിക്കാതെ അത് പറഞ്ഞു വെക്കാം, എളുപ്പം പറയാം. അത് ദൈവത്തിൻ്റെ കൃപയ്ക്കും സ്വന്തം നിർണയത്തിന് ഒത്തവണ്ണം അത്രേ എന്ന് പറയാം. പക്ഷെ അതിനിടയ്ക്ക് പല കാര്യങ്ങളെയും കണക്ട് ചെയ്ത് പൗലോസ് അപ്പോസ്തലൻ്റെ മാത്രം ഒരു രചനാശൈലി, അത് വായനക്കാർക്ക് ശ്രദ്ധിച്ച് വായിച്ചാൽ ആദ്യം അവസാനം കൊണ്ട് തീർക്കാവുന്നത്. അതിനിടയ്ക്ക് പല കാര്യങ്ങളിലൂടെയും കടന്നുപോയി അതിൻ്റെ ആ പൂർണ്ണതയിൽ, നിറവിൽ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു തീർക്കുന്ന ഒരു ശൈലി, അത് പൗലോസ് അപ്പോസ്തലൻ്റെ രചനയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. അപ്പോൾ എനിക്കും കഷ്ടമുണ്ട്, നിനക്കും കഷ്ടമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കഷ്ടതയില്ലാത്തൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. കഷ്ടതയെന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനം, ആത്മീയമായി ഈ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള തടസ്സങ്ങൾ, അതിനുള്ള പരീക്ഷകൾ, അതിന് ഉള്ള പ്രലോഭനങ്ങൾ ഒക്കെയാണ് ഏറ്റവും വലിയ കഷ്ടത. നമുക്ക് വിശ്വാസം വിട്ടുപോകാൻ തോന്നുന്ന തരത്തിൽ, നമുക്കെന്നല്ല, വിശ്വാസം വിട്ടുപോകാൻ തോന്നുന്ന തരത്തിൽ ഉള്ള, ഇതെന്തിനെങ്കിലും ഇത്രയും സഹിക്കണമെന്ന് തോന്നുന്ന തരത്തിൽ നമുക്കൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല. അതേസമയം ഈ ശ്രേഷ്ഠന്മാരായ പൗലോസിനും തിമോത്തിയോസിനും ഒക്കെ അവരുടെ ജീവിതത്തിൽ തന്നെ പലതരം കഷ്ടങ്ങൾ, അവർ സ്നേഹിച്ചവർ അവരെ തള്ളിക്കളയുന്നത്, അവരെ കുറ്റം പറയുന്നത്, അവർ ഇഷ്ടമുണ്ടായിരുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നത്, യഹൂദന്മാർ അവർക്കെതിരെ തിരിയുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ അവർ ജീവിതത്തിൽ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമല്ല. യഹൂദനായി പണ്ടത്തെ പോലെ നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയായിരുന്നില്ല. അവർ ക്രിസ്തുയേശുവിലേക്ക് മാറിയപ്പോൾ, ദൈവത്താൽ അയക്കപ്പെട്ട ക്രിസ്തുയേശുവിൻ്റെ പുതിയ നിയമ ഉപദേശപ്രകാരം അവർ മാറാൻ തയ്യാറായപ്പോൾ, പഴയ കെട്ടുപാടുകളിൽ, ന്യായപ്രമാണത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന ആൾക്കാരിൽ നിന്നൊക്കെ ഉണ്ടായ ശത്രുത, അവരുടെ വിരോധം, അവരുടെ മർദ്ദനം, പീഡനം, അവരുടെ തള്ളിക്കളയൽ ഒക്കെ അവരെ വലിയ കഷ്ടത്തിലാക്കിയിട്ടുണ്ട്. അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ അതൊക്കെയും
തടസ്സമായി നിന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെയാണ് അവരുടെ സുവിശേഷ പ്രവർത്തനത്തിന് കൂടുതൽ ശുഷ്കാന്തി കൊണ്ട് പ്രവർത്തിക്കാൻ കാരണമായതെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എല്ലാം സ്മൂത്തായി ഇരുന്നാൽ നമ്മൾ ദൈവത്തെ മറക്കുകയും ദൈവത്തിൻ്റെ കൃപയ്ക്കായി യാചിക്കാതിരിക്കുകയും നമ്മുടെ മുന്നോട്ട് ശക്തമായി പോകാനുള്ള ആഗ്രഹം നശിച്ചു പോവുകയൊക്കെ ചെയ്യും. സ്മൂത്തായിരിക്കുന്ന എല്ലാം കംഫർട്ടായിരിക്കുന്ന ഒരവസ്ഥയിൽ. അങ്ങനെ കംഫർട്ടാകരുത്. എല്ലാം ഇതുപോലെ അവർ അനുഭവിച്ച ആ സംഗതികളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് അവർക്ക് തന്നെ അവരുടെ ഹൃദയത്തിൽ വലിയ സന്തോഷവും പ്രമോദവും ഉണ്ടായത്. ഓരോ വിജയങ്ങളുണ്ടാകുമ്പോഴും ഈ ഇത്രയും വലിയ പ്രതികൂലങ്ങളിൽ ഓരോ കൊച്ചു കൊച്ചു വിജയങ്ങൾ പോലും വലിയ വിജയമായി ദൈവത്തിൻ്റെ സഹായമായി അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ കഷ്ടങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് തന്നെയാണ്, എന്നോടുകൂടെ കഷ്ടം സഹിക്കാമെന്നാണ്. പക്ഷേ അത് കഷ്ടം മാറ്റി വെച്ചിട്ട് ഒരു ക്രിസ്ത്യ ജീവിതം ഉണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എന്നും ഈ സമയം പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണ് തിമോത്തിയോസിനും ഉള്ളത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. പൗലോസിനെ ഏൽപ്പിച്ചിരിക്കുന്ന അത്രയും വലിയ ഉത്തരവാദിത്വം ചിലപ്പോൾ തിമോത്തിയോസിന് കാണത്തില്ല. പക്ഷേ അതേ രീതിയിലുള്ള ഉത്തരവാദിത്വം തന്നെയാണ് തിമോത്തിയോസിനുള്ളത്. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. എന്നാണ്? ന്യായവിധി ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്നുറച്ചിരിക്കുന്നു. എന്നോട് കേട്ട വചനം നീ ക്രിസ്തുവേശുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ അവിടെ വിട്ടുപോയ ചില ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഫുഗലോസും ഹെർമഗോസ്നേസും എന്ന 2 പേരുണ്ട്. അവരും ആ കൂട്ടത്തിലുള്ളവരാണ്. പക്ഷേ പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫറോസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും അത് ഈ യഥാർത്ഥ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ റോമയിലെത്തിയപ്പം റോമയിൽ വരുന്നു എന്നറിഞ്ഞിട്ട് ഓടി വന്ന് അങ്ങനെ തടവിലൊക്കെയായി ശിക്ഷിക്കപ്പെടാനിരിക്കുന്ന ആളുകളുടെ അടുത്തൊന്നും പെട്ടെന്ന് ആരും വന്ന് ചാടത്തില്ല. കാരണം അയാളുടെ കൂട്ടത്തിലുള്ളവനാണ് ഞാനും എന്ന് പറഞ്ഞ് ഞാനും പിടിക്കപ്പെടുമോ എന്നുള്ള ചിന്തയാൽ. അപ്പം അങ്ങനെ കുറ്റവാളികളുടെ അടുത്തൊന്നും പെട്ടെന്ന് പരിചയക്കാരായിട്ട് ആരും വന്ന് വരില്ല. അത് സത്യമാണല്ലോ. ഒഴിഞ്ഞു പോകാനേ നോക്കുള്ളൂ. അവനെ പോയി കാണണ്ട, ഞാനും അവൻ്റെ കൂട്ടത്തിലുള്ളവനാണെന്ന് വിചാരിക്കും. അവസാനം എനിക്കത് വലിയ കുഴപ്പമാവും എൻ്റെ ഭാവി ജീവിതത്തിൽ എന്നൊക്കെ വിചാരിക്കും. ഇവിടെ അങ്ങനല്ല. അതിൽ ലജ്ജിക്കാതെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു വന്ന് കണ്ടെത്തി എന്നാണ് വായിക്കുന്നത്. ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവിൻ്റെ സംഗതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തെന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. അപ്പോൾ എഫെസോസിലായിരുന്നപ്പോഴും ഈ ഒനേസിഫറോസ് പൗലോസ് അപ്പോസ്തലന് നല്ല സഹായം ചെയ്ത ഒരു മനുഷ്യനാണെന്ന് കൂടെ ഓർമ്മ. അതിനകത്ത് പ്രത്യേക ഒരു കാര്യം നമ്മൾ കാണുന്നത് ഈ നന്ദി ഇവരുടെയൊക്കെ മനസ്സിലുണ്ടെന്നുള്ളത്. അതൊക്കെ പല എഴുത്തുകളിലും നമുക്ക് കാണാൻ കഴിയും. പണ്ട് കൂടെ ഉണ്ടായിരുന്നവരെ സഹായിച്ചവരെ അവരുടെ നന്ദി. അപ്പം ക്രിസ്തീയ വേലയിൽ വളരെ കഷ്ടവും ബുദ്ധിമുട്ടും സഹിച്ച് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ തടസ്സം വരുന്ന കാലഘട്ടത്തിലൊക്കെയും അവരോട് അനുഭാവം കാണിച്ചവരെ, അവരോട് സ്നേഹം പ്രകടിപ്പിച്ചവരെ, അവരെ സഹായിച്ചവരെ ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്നും മറക്കുന്നില്ല. അവരോടൊക്കെയുള്ള നന്ദി പൗലോസ് അപ്പോസ്തലൻ എഴുതാനും മറക്കാതിരിക്കുന്ന കാര്യം നമുക്ക് പലപ്പോഴും കാണാം. ഇതൊക്കെ ഒരു വലിയ മാതൃകയാണ് നമുക്ക് ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ള മാതൃകകളിലൊന്നാണ് ഈ നന്ദി എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അത് എടുത്ത് പറയാൻ, മറ്റുള്ളവരോട് പറയാൻ മടി കൂടാതെ അത് പറയുവാനും ഒക്കെ അത് എല്ലാം കേൾക്കുന്നവർക്ക് ആത്മീയ വർധന ഉണ്ടാക്കുന്നതാണ്. കേൾക്കുന്നവർക്ക് ഇപ്പം നമുക്കിത് വായിച്ച് കേട്ടപ്പോൾ നമുക്കും ഉള്ളിൽ ഒരു തണുപ്പുണ്ടാകുന്നുണ്ട്. നമുക്കും അതൊരു മാതൃകയാണെന്ന് മനസ്സിലാവും. അതുപോലെ നമ്മളും ജീവിക്കേണ്ടതാണ് തിരിച്ചറിയും. ഇത് അനേകർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകും, മറ്റുള്ളവർക്ക് ആത്മീയ വർധന കൊടുക്കും, അവർക്കൊരു മാതൃകയായിത്തീരും. അതിന് ദൈവം ഇടവരുത്തട്ടെ. 3 വായനാഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയും കൃപയും അനുഭവിപ്പാൻ വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തർക്കും, നമ്മളെല്ലാവരും ഈ അപ്പോസ്തലൻ മനുഷ്യരോട് നന്ദിയുടെ വാക്കുകൾ പറഞ്ഞതുപോലെ നമുക്കും മറ്റുള്ളവരോടും അതിലുപരി നമ്മുടെ സർവ്വശക്തനായ ദൈവത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കാം. അത് പറയാനും മടി കാണിക്കാതിരിക്കാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ.